ടി ജി തിരഞ്ഞെടുപ്പ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ സർവേ വിവരങ്ങളൊക്കെ പുറത്തു വരികയാണ്. അപ്പോൾ മനോരമ ചാനലിലാണ് ഇപ്പോൾ സർവേ വന്നത്. അതായത് നരേന്ദ്രമോദിയേക്കാൾ ജനപ്രീതി രാഹുൽ ഗാന്ധിക്കാണ്. അങ്ങനെയൊക്കെ കുറച്ച് സർവേ ഫലങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ കേരളത്തിലെ കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് പിണറായി വിജയൻ്റെ ഭരണം മോശമാണ്. ഇതെല്ലാം ചേർത്ത് അതിനു മുന്നേ വി ഡി സതീശന് ന്യൂസ് മേക്കർ ഓഫ് ദ ഇയർ മനോരമയുടെ കൊടുക്കുകയും ചെയ്തു. പൊതുവെ ഒരു പ്രഖ്യാപിത UDF അനുകൂല നിലപാട് സ്വീകരിക്കുന്ന രീതിയിലേക്ക് മനോരമ, എനിക്ക് തോന്നുന്നു 2 വട്ടം തുടർച്ചയായി ഭരണം UDFന് കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ മനോരമയും കൂടെ രംഗത്തിറങ്ങി പ്രതികരിക്കുകയാണോ പ്രവർത്തിക്കുകയാണോ എന്ന് തോന്നുന്നു. ഞാനേ ഒരു ആമുഖമായിട്ട് പറയട്ടെ, എത്ര വർഷമായി ഞാൻ കേരളത്തിൽ ജീവിക്കുന്നു. ഇന്ന് വരെ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു സർവേക്കാരൻ എൻ്റെ അടുത്ത് വരണമല്ലോ, വന്നിട്ടില്ല. ഞാൻ കൊള്ളില്ലാത്തവനാണ്, അതുകൊണ്ട് വന്നിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അടുത്തടുപ്പിച്ച് പരിചയമുള്ളവരെയും അവരെയും ഫോണിൽ മാത്രം അറിയാവുന്നവരെയും കേരളത്തിൽ മൊത്തമുള്ളവരെ ഒരു ടെസ്റ്റിനായിട്ട് ഇങ്ങനെ വിളിച്ചു നോക്കി. ഒരു മനുഷ്യൻ്റെ അടുത്ത് ഒരു സർവേക്കാരൻ പോയിട്ടില്ല. ഇങ്ങനെ സംഭവിക്കുമോ? ഇത്രയും വർഷത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയണ്ടേ, എൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്നു കേട്ടോ എന്ന് പറയണമല്ലോ? ഇല്ല. എനിക്കത് വലിയ അത്ഭുതമായിട്ടിരിക്കുന്നു. ഇതുപോലെ രണ്ടാമത്തെ അത്ഭുതമാണ് ഈ ബാർക്ക് റേറ്റിങ്ങിന് വേണ്ടി ഒരു ബോക്സ് വീട്ടിൽ വയ്ക്കും. അങ്ങനത്തെ ഒരു വീട് വായിച്ചത്ത് കണ്ടിട്ടുണ്ടോ? ബോക്സ് ഇരിക്കുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ വെക്കും, കേട്ടിട്ടേ ഉള്ളൂ. നമ്മളെത്ര വീടുകളിൽ പോകുന്നു. ഇത് ഞാൻ വിളിച്ചു ചോദിച്ചാൽ ആരുടെയെങ്കിലും വീട്ടിൽ ബോക്സുള്ള ഒരു വീടെങ്കിലും. പക്ഷേ ആ ബോക്സ് ഉണ്ടെന്നും അതിൽ നിന്ന് റേറ്റിംഗ് ഉണ്ടാകുകയാണെന്നും അതിൻ്റെ പേരിൽ യുദ്ധം നടക്കുന്നു, കേസ് നടക്കുന്നു എനിക്കറിയാം. പക്ഷേ ഈ സാധനം വെച്ച് ഒരു വീടും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഞാൻ വരുമ്പോൾ വീട്ടുകാരൻ ഓടിപ്പാഞ്ഞ് ഇതെടുത്തിട്ട് ഒളിച്ചു വയ്ക്കുകയാണോ എന്ന് അറിഞ്ഞൂടാ. ഇതുപോലെ ആകാശത്ത് മനോരമ അങ്ങനെ ചെയ്തു എന്ന് ഞാൻ ആരോപിക്കുകയല്ല. ഒരുപാട് സർവേകൾ ഈ ഡ്രോയിങ് റൂമിൽ വെച്ച് നടക്കാറുണ്ട്. ഇത് നമ്മളിപ്പോൾ നോക്കും. ആ മലപ്പുറത്ത് ഒരു കാര്യം ചെയ്യാം, പൊന്നാനി നമുക്ക് ഇത്തവണ LDFന് കൊടുക്കാം. കഴിഞ്ഞ തവണ ആർക്കാണ് കൊടുത്തത്? കഴിഞ്ഞ തവണ LDFനായിരുന്നു, ഇത്തവണ ഇരുന്നോട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള കലാപരിപാടികൾ. ചേർത്തല അത് ട്രഡീഷണലി ഇടതുപക്ഷമാണ്. CPI ആയിരിക്കും മത്സരിക്കുന്നത്, CPIക്ക് കൊടുത്തേക്ക്. ഇങ്ങനെ ഇത് ഞാനും വായിച്ചെത്തും ഇവിടെ ഇരുന്ന് നറുക്കിട്ടാൽ വരുന്നൊരു ഫലമുണ്ടല്ലോ, അതേ ഫലമായിരിക്കും ഈ സർവേയിൽ കിട്ടുന്ന ഫലം. ആകെ നറുക്ക് നമ്മൾ ശ്രദ്ധിച്ചിടണമെന്നേ ഉള്ളൂ. കേരളത്തിൽ ഇത്ര സീറ്റാണെന്നും ഏകദേശം ഇങ്ങനെയാണ് കോമ്പിനേഷൻ എന്ന് നോക്കിയിട്ട് ആ ഡിജിറ്റ്സ് മാത്രം ഇട്ട് നറുക്കെടുക്കണം. യു വിൽ ഗെറ്റ് ദ സെയിം റിസൾട്ട്, ഓൾമോസ്റ്റ് സെയിം. 5-6 സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും, ഇതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഗസ് വർക്കാണ് ഈ സർവേ ഫലം എന്ന് പറഞ്ഞ് പുറത്തു വരുന്ന പലതും. എഗെയിൻ ഞാൻ പറയുന്നു, മനോരമ ആരെങ്കിലും കളിപ്പിച്ചു എന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. അവർ സത്യസന്ധമായിട്ട് ചെയ്തതായിരിക്കും. അവരുടെ സാമ്പിൾ എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. ഒന്നാമത് ഇപ്പോൾ പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ ആരും തുറന്ന് പറയാറില്ല ഈ കാലത്ത്. എന്തിനാ വെറുതെ ശത്രുത ഉണ്ടാക്കുന്നതെന്ന് തോന്നും. വേറൊന്ന്, മനോരമ ഇത് നോട്ട് ചെയ്യുമല്ലോ, ഇന്നാളെ ഉത്തരം പറഞ്ഞു എന്നൊക്കെയുള്ളത്. നോട്ട് ചെയ്യില്ല എന്നൊക്കെ അവർ പറയും, രഹസ്യമായിട്ട് വയ്ക്കുമെന്നൊക്കെ പറയുമെങ്കിലും ഇത് പരസ്യമായാലെന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള പരിപാടി കൊണ്ട് ആരും ഇത് ശരിയായ ഉത്തരം പറയില്ല. അതിനവർക്കൊരു കാൽക്കുലേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഈ നുണ പറയുന്ന ഇത്ര ശതമാനം പേര് നുണ പറഞ്ഞിരിക്കും സർവേയിൽ എന്ന് പറഞ്ഞിട്ട് അവരെ ഡിസ്കൗണ്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുണ്ട്. ബട്ട് ജനറലി ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം വെച്ചിട്ട് UDFന് അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് എല്ലാവരും കരുതുന്നു. അപ്പോൾ അത് സാധാരണ ആൾക്കാരോട് ചോദിക്കും, അല്ല ഇത്തവണ UDF വരുമെന്നാണല്ലോ. അല്ല ചേട്ടൻ പറ, ആര് വരും? UDF. പിന്നെ ലോഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം സർവേയിൽ. ഇത്തവണ UDF അല്ലേ വരുള്ളൂ എന്ന് പറയുമ്പോൾ ആര് വരും എന്നുള്ളതിന് പകരം UDF വരുമോ എന്ന് ചോദിക്കുക, UDF അല്ലേ വരുള്ളൂ എന്ന് ചോദിക്കുക. നിങ്ങളുടെ ചോദ്യം പോലെ ഇരിക്കും മറ്റേ ആളുടെ ഉത്തരം. ലോഡഡ് ക്വസ്റ്റ്യൻ അതാണ്. അപ്പോൾ ലീഡിങ് ക്വസ്റ്റ്യൻ എന്നും ഇംഗ്ലീഷിൽ പറയാറുണ്ട്. ഇതിനൊരു പ്രത്യേക ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം. ഇങ്ങനെയൊക്കെ ചെയ്താണ് ഈ സർവേ ഫലം വരുന്നത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ നമ്പർ 1 ആയിരിക്കും. മോദിയേക്കാൾ പോപ്പുലർ കേരളത്തിൽ രാഹുൽ ഗാന്ധിയാണ്. അതൊരു സത്യമാണ്. അത് സർവേ ചെയ്യാതെ തന്നെ നമുക്കറിയാം. കാരണം കേരളത്തിലെ ആൾക്കാർ
ഇപ്പോഴും ആൾക്കാരെ കൊണ്ട് ഇങ്ങനെയാണ് ചിന്തിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്തോ മഹത്തായ ഒരു സാധനമാണ്. അതുകൊണ്ടാണ് വയനാടൊക്കെ വന്നിട്ട് 6 ലക്ഷത്തിൻ്റെയൊക്കെ ഭൂരിപക്ഷം കിട്ടും. തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ആ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കുമോ? അമേഠി കരുത്തോപ്പിച്ച ആളിനെ പിന്നെ വീണ്ടും ജയിച്ചു എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ അത് സത്യമാണ്. രാഹുൽ ഈസ് നമ്പർ 1 ഇൻ കേരള കമ്പയർഡ് ടു. അതേസമയം ഈ പോപ്പുലാരിറ്റി ഉള്ളപ്പോൾ പോലും രാഹുൽ ഗാന്ധി വന്നാൽ ബസ്സും ട്രെയിനും വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഈ മറൈൻ ഡ്രൈവ് എന്നറിയില്ല. രാഹുൽ ഗാന്ധി സംസാരിക്കാൻ വന്നാൽ, മോദി വന്നാൽ എന്നറിയും. പ്രവർത്തകരുടെ ബസ്സുണ്ടാകും, BJPക്കാരുടെ. ബട്ട് അതല്ലാതെ പൊതുജനം ഇരച്ചു കയറും. അപ്പം ആരാ പോപ്പുലർ? ഈ പോപ്പുലാരിറ്റി ഇവരുടെ സർവേയിൽ റിഫ്ലക്റ്റ് ചെയ്യണമെന്നില്ല. അത് സർവേ അഗെയിൻ നിങ്ങൾ ആര് ഏത് പ്രദേശത്ത് എങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് നടത്തി എന്നുള്ളതിനെ ആശ്രയിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ ഈ പൊതു അന്തരീക്ഷമല്ല പലപ്പോഴും ഗ്രൗണ്ടിൽ കാണുന്നത്. ഗ്രൗണ്ടിലെ സിറ്റുവേഷൻ വേറെയാണ്. ആൾ കൂടി എന്നുള്ളത് പോപ്പുലാരിറ്റിയുടെ ലക്ഷ്യമാണ്. പക്ഷേ അത് വോട്ടാകണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് മോദിയുടെ യോഗത്തിന് 50,000 60,000 ആൾ കൂടുമ്പോഴും വോട്ട് വരുമ്പോൾ BJPക്ക് 18,000 20,000 വോട്ടേ ഉള്ളൂ. ഈ കൂടിയ ആൾക്കാർ വോട്ട് ചെയ്താൽ മതി, പക്ഷെ അത് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ അത് ശരിക്കൊരു രാഷ്ട്രീയ അന്തരീക്ഷം സർവേയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ പ്രയാസമാണ്. ത്രൂ ഔട്ട് ഇന്ത്യ, കേരളത്തിൽ മാത്രമല്ല, ത്രൂ ഔട്ട് ഇന്ത്യ ആളുകളുടെ കൈ പൊള്ളിയിട്ട് ഇത്തവണ ബീഹാർ തെരഞ്ഞെടുപ്പ് ആരും സർവേ നടത്തിയില്ല. എക്സിറ്റ് പോൾ നടത്തിയില്ല. എക്സിറ്റ് പോൾ നടത്താൻ പേടി. അങ്ങനത്തെ അവസ്ഥയാണ്. കാരണം അത്രയ്ക്ക് അൺപ്രഡിക്റ്റഡ് ആണ് ഇന്ത്യൻ വോട്ടർ. ഒരു രീതിയിൽ ഒരു നെഗറ്റീവായിട്ട് എടുക്കില്ലെങ്കിൽ ചതിയൻ എന്ന് പറയാം. മഹാചതിയനാണ് ഇന്ത്യൻ വോട്ടർ. ഒരിക്കലും അവൻ്റെ ഉള്ളിൽ എന്താണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ ഗസ് വർക്കിൻ്റെ പുറത്താണ് ഈ രാഷ്ട്രീയക്കാരിലേക്ക് നടക്കുന്നത്. VD സതീശൻ്റെ കാര്യം ഇറ്റ് വാസ് ഫോർഗോൺ കൺക്ലൂഷൻ. അവരത് VD സതീശന് കൊടുക്കും. ആ ലിസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം സതീശന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമയാണ്. വാസ്തവത്തിൽ ന്യൂസ് മേക്കർ എന്ന് പറയുന്നതിന് പകരം ഒരു ഡിസാസ്റ്റർ മേക്കർ എന്ന് പറയാം ഇയാളെ, VD സതീശനെ. അയാൾ ഉണ്ടാക്കിയിരിക്കുന്നത് മുഴുവൻ നെഗറ്റീവ് ന്യൂസാണ്. ഒരു പോസിറ്റീവ് ന്യൂസും ഉണ്ടാക്കാൻ ആ മനുഷ്യനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഹൈക്കോടതിയിൽ ഒരു കേസ് VD സതീശൻ ജയിക്കുന്നില്ല. എത്ര കേസ് പോയി? സ്പ്രിങ്ക്ലർ പോയി, പിന്നെ AI ക്യാമറ പോയി, സകല കേസും ഹൈക്കോടതിയിൽ തോറ്റുപോയി. എനിക്ക് അത്ഭുതം തോന്നുന്നു, എങ്ങനെയാണ് ഈ പ്രതിപക്ഷ നേതാവ്, ഒന്ന് മുൻ DGP ഉണ്ട്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആസിഫ് അലി, നല്ല സ്മാർട്ട് ബ്രെയിനുള്ള ആളാണ് ആസിഫ് അലി സാർ. എനിക്ക് വലിയ ബഹുമാനമുള്ള മനുഷ്യനാണ്. ഇദ്ദേഹമൊക്കെ ഉണ്ടായിട്ടും എങ്ങനെയാണ് KPCCയുടെ ഒരു കേസ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു കേസ് തോറ്റുപോകുന്നത്? അതൊരു അപൂർവതയല്ലേ? അതല്ല, അതിലത്ര മെരിറ്റുണ്ടെന്നും ബോധ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ സുപ്രീം കോടതിയിൽ പോകുന്നില്ല? അപ്പോൾ ഇവരും തോൽക്കും എന്ന് അവർക്കറിയാവുന്നൊരു കേസ് കൊടുത്ത് വാർത്തയാക്കുക. ജയിച്ചാൽ ശരി, തോറ്റാൽ 2 ദിവസം എന്തെങ്കിലും ആകും. CPM ശ്രദ്ധിക്കണം. ഈ കേസ് തോറ്റതിനെപ്പറ്റി വലുതായിട്ട് CPM പറയാറില്ല. എന്തായാലും താൻ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ട് എന്ന് അവരും ചോദിക്കാറില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആകാം. അപ്പോൾ ഇങ്ങനെ തോൽവിയുടെ പര്യായമായിട്ട് നിൽക്കുകയാണ് VD സതീശൻ. അങ്ങനെ ഇനി തോൽവിയും ഒരു ന്യൂസാണല്ലോ. ന്യൂസ് മേക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ന്യൂസ് എന്ന അർത്ഥം കൊടുക്കണ്ട. ന്യൂസ് ഈസ് ന്യൂസ്. ഈ അലീഖ് പദംസി, അഡ്വർടൈസ്മെൻറ്റ് ഗുരു, അങ്ങേര് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ദർ ഈസ് നത്തിങ് കോൾഡ് നെഗറ്റീവ് പബ്ലിസിറ്റി, ഇറ്റ് ഈസ് ഓൺലി പബ്ലിസിറ്റി. അപ്പം നെഗറ്റീവ് ന്യൂസും നമ്മൾ പറയണ്ട, ദാറ്റ് ഇസ് ഓൾസോ ന്യൂസ്. അതുകൊണ്ട് ന്യൂസ് മേക്കർ. നെഗറ്റീവ് കോൺട്രിബ്യൂഷൻ ഈസ് ഓൾസോ എ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരസിംഹറാവുവിൻ്റെ ഫേമസ് കോട്ടാണത്, നോട്ട് ടേക്കിംഗ് എ ഡിസിഷൻ ഈസ് ഓൾസോ എ ഡിസിഷൻ. മനസ്സിലായില്ല? ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു തീരുമാനം എടുക്കലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് സതീശന് അതിന് യോഗ്യതയുണ്ടെന്ന് പറഞ്ഞ് മനോരമ കൊടുക്കും. ഇപ്പം നമ്മൾ എന്ത് ചെയ്യും?
ആർക്കും ഇതുപോലത്തെ ഒരു വേദി ഉണ്ടാക്കാം. ഇപ്പം പല രീതിയിലാണല്ലോ ആൾക്കാരെ ഈ തള്ളി ഒരു ഇതിലേക്ക് എത്തുന്നത്. ഇപ്പോൾ മനോരമ ചെയ്യുന്നത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാനോ അല്ലെങ്കിൽ ഇത് നമ്മുടെ കോൺഗ്രസ് അധികാരത്തിൽ വരാനോ ഉള്ളതിനേക്കാൾ കൂടുതൽ പൊളിറ്റിക്സ് രമേശ് ചെന്നിത്തലയെ ബ്ലോക്ക് ചെയ്യുക, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ ബ്ലോക്ക് ചെയ്യുക, വി ഡി സതീശൻ കയറിപ്പോന്നു. ഇനി വേറെ ആരെങ്കിലും കയറുന്നതിൽ അവർക്ക് വിരോധമൊന്നുമില്ല. മനോരമയ്ക്ക് രമേശ് ചെന്നിത്തല വേണ്ട എന്ന് എന്തുകൊണ്ടോ അവർ തീരുമാനിച്ചിട്ടുണ്ട്. കോൺഗ്രസ്സിനുള്ളിൽ ഈ ന്യൂസ് മേക്കർ ഉണ്ടാക്കാൻ പോകുന്ന ചലനം ചില്ലറയല്ല. അത് രമേശ് ചെന്നിത്തലയ്ക്ക് ഒട്ടും പിടിക്കും. രമേശ് ചെന്നിത്തല മറ്റ് പല രീതിയിൽ മനോരമയെ സ്വാധീനിക്കാൻ ശ്രമിക്കും. വേറെ എന്തെങ്കിലും ഇതുണ്ടാക്കിയിട്ട് അതിൽ നമ്പർ 1 ആകാനും ഒക്കെ ആയിട്ട് ശ്രമിക്കും. രമേശ് ചെന്നിത്തല വിഡ്ഢിയായ ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല, വളരെ ബുദ്ധിമാനാണ്. എസ്പെഷ്യലി ഇൻറ്റേർണൽ പൊളിറ്റിക്സിൽ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ തന്നെ ഒരു ശാപമായിട്ട് ഞാൻ കാണുന്നത് റിയൽ രാഷ്ട്രീയത്തെക്കാൾ നന്നായിട്ട് അകത്തെ രാഷ്ട്രീയം കളിക്കാനുള്ള സാമർഥ്യമാണ് നമ്മുടെ ആൾക്കാർക്ക് കൂടുതൽ. ഏത് പാർട്ടി എടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ അയാൾ കളിക്കുന്ന ആ സാമർഥ്യം കണ്ടാൽ നമ്മൾ അമ്പരന്ന് ഈ സാമർഥ്യമുള്ള മനുഷ്യൻ ഇത് നാടിന് വേണ്ടി കളിച്ചിരുന്നെങ്കിൽ എന്തായന് എന്ന് നമുക്ക് തോന്നും. പക്ഷേ നാടിന് വേണ്ടി അവരത് ചെയ്യില്ല. അവനവന് കിട്ടാനും കൂടെയുള്ളവനെ ചവിട്ടിത്താഴ്ത്താനുമായിട്ടുള്ള പൊളിറ്റിക്സ്. അപ്പോൾ ആ പൊളിറ്റിക്സിൽ വി ഡി സതീശൻ ജയിക്കുമോ രമേശ് ചെന്നിത്തല ജയിക്കുമോ? രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു അല്പം അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം വരെ, NSSൻ്റെ ആശീർവാദവും ഒക്കെ ആയിട്ട്. വി ഡി സതീശനെ സുകുമാരൻ നായർ എടുത്തിട്ടൊന്ന് അലക്കുകയും ചെയ്തു. ഇവിടെ തിണ്ണയിൽ വന്നിരുന്നു, നിരങ്ങിയില്ല കേട്ടോ എന്ന് കുത്തും കൂടെ കുത്തിയിരുന്നതാണ്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? വി ഡി സതീശൻ മനോരമയുടെ കാല് പിടിക്കും, എന്നെ ന്യൂസ് മേക്കറെങ്കിലും ആക്കണം. അയ്യോ, ന്യൂസ് മേക്കർ ഇത്തവണ ആ ലിസ്റ്റിൽ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതാണ് അല്ല രക്ഷിക്കണം. കാരണം കാർന്നൂർ പിണങ്ങിയിരിക്കുക, ഒരു പോപ്പുലാരിറ്റിക്ക് ഒരു ക്ഷീണം. കാർന്നൂരോട് തിരിച്ച് പറയാൻ തിരഞ്ഞെടുപ്പല്ലേ, അല്ലെങ്കിൽ വി ഡി സതീശൻ തിരിച്ച് പറഞ്ഞേ വരുന്നത് വരട്ടെ എന്ന് തന്നെ. തിരിച്ച് പറയാഞ്ഞത് തിരഞ്ഞെടുപ്പിന് വരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ക്ഷീണം തീർക്കാനുള്ള ഒരു നീക്കവും കൂടെ ആവാം. ഈ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തല ഒരുപാട് ആരോപണങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതായത് അന്ന് പിണറായിക്കെതിരെ. പക്ഷേ എനിക്ക് തോന്നുന്ന ആ ഒരു കൊറോണ എന്നുള്ളത് പിണറായിയെ രക്ഷിച്ചു എന്നുള്ളതാണ് തോന്നുന്നത്. അന്ന് കുറച്ച് നല്ല രീതിയിൽ കൊണ്ടുവരാൻ അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നതിന് ശേഷം അങ്ങനെ കാര്യമായ ഒരു ആരോപണങ്ങളോ ഒന്നും അല്ലെങ്കിൽ ഇതൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇത് ഞാൻ രമേശ് ചെന്നിത്തലയോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഒന്ന് ഒഴുകി പറഞ്ഞങ്ങ് പോവുകയായിരുന്നു ചെയ്തത്. അല്ല, ഇതിന് കാര്യം എന്താണെന്നറിയാമോ? വി ഡി സതീശൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. രമേശ് ചെന്നിത്തല പോലും ഭാഗികമായിട്ട് കമ്മ്യൂണിസ്റ്റാണ്. ഈ ഞാൻ ഇടതുപക്ഷമാണ് എന്ന് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ മാതൃഭൂമിയുടെ ആ ഫെസ്റ്റിവലിൽ പറഞ്ഞില്ലേ, അത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പ്രതിപക്ഷ നേതാവായപ്പോൾ സമകാലിക മലയാളം വാരികയ്ക്ക് അഭിമുഖം കൊടുത്തു. അതിൻ്റെ തലക്കെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ അവർ തലക്കെട്ടായിട്ട് കൊടുത്തിരുന്നു, ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം. അപ്പോൾ കമ്മ്യൂണിസം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന കോൺഗ്രസ്സുകാർ ധാരാളമുണ്ട്. വി ഡി സതീശൻ, വി ടി ബൽറാം കമ്മ്യൂണിസ്റ്റുകാരനാണ്. കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നേ ഉള്ളൂ, ആൾ കമ്മ്യൂണിസ്റ്റാണ്. അതേസമയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോക്ക്, കോൺഗ്രസ്സുകാരനാണ്. AK ആൻ്റണി കോൺഗ്രസ്സുകാരനാണ്. ഞാൻ കോൺഗ്രസ് അനുഭാവിയോ സപ്പോർട്ടറോ ഒന്നുമല്ല, വാര്യത്തിനറിയാല്ല. പക്ഷെ ഞാൻ വിലയിരുത്തുമ്പോൾ എനിക്കറിയാം ഇയാൾ റിയൽ കോൺഗ്രസ്സാണ്. AK ആൻ്റണി കോൺഗ്രസ്സാണ്. വി ഡി സതീശൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. വി ടി ബൽറാം കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഈ ബെന്നി ബെഹനാൻ തരക്കേടില്ലാത്തൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതേസമയം ഇവിടെ ആ പത്തനംതിട്ട ഇപ്പോൾ വിവാദം ഉണ്ടാക്കിയ ആളാണ് ആൻ്റോ ആൻ്റണി കൂടുതലും കോൺഗ്രസ്സുകാരനാണ്. കമ്മ്യൂണിസം കുറവാണ്, ഇച്ചിരി ഉണ്ട്, എന്നാലും കൂടുതലും കോൺഗ്രസ്സാണ്. ഇത് ഏറിയും കുറഞ്ഞിരിക്കും. ശുദ്ധ കോൺഗ്രസ് എന്ന് പറയാൻ നോക്കിയിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും AK ആൻ്റണിയും കാണുന്നുള്ളൂ. ഈവൻ VM സുധീരൻ പോലും ഇടതുപക്ഷമാണ് കുറേ അധികം. അത് കേരളത്തിലെ ഒരു പ്രത്യേകതയാണ്. BJPയിലുണ്ട് ഇടതുപക്ഷക്കാർ, അറിയോ? BJP ഇത് കേരളത്തിൽ നമ്മളെ രാജഗോപാൽ രാജേട്ടൻ
കേരളത്തിന് ഒരു ഇടതുപക്ഷ മനസ്സാണ് എന്ന് പണ്ട് പറഞ്ഞിരുന്നു. ഒരു 10-15 വർഷം മുമ്പാണ് കേരളത്തിന് ഇടതുപക്ഷ മനസ്സാണെന്ന്. അന്ന് അത് ഗൗരവത്തിൽ ആരും എടുത്തു, മറ്റ് പലരും എടുത്തു. ആ BJPക്ക് ഗുണം പിടിക്കാത്തതിൻ്റെ കാരണം അതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് രാജേട്ടനെ ട്രോളുകയൊക്കെ ചെയ്തു. സ്വന്തം കൂട്ടത്തിൽ നിന്ന് ആരും അത് ഗൗരവത്തോടെ എടുത്തില്ല. അത് എടുക്കണം എന്ന് ഞാൻ പലരോട് ആവശ്യപ്പെട്ടു. ഞാനാരാ പോകില്ല എന്ന്. കാരണം ഈ ഇടതുപക്ഷ മനസ്സ് എന്ന് പറയുന്നത് ഒരു ഡേഞ്ചറസ് സാധനമാണ്. ഇടതുപക്ഷമാണ് ശരി. ഇപ്പോൾ സച്ചിദാനന്ദൻ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരരുത് എന്ന് പറയുന്നു. കാര്യം എന്താ? വന്നാൽ ഇടതുപക്ഷത്വം നഷ്ടപ്പെടും. ഇപ്പം തന്നെ നഷ്ടപ്പെട്ട് കഴിയും. ഇനി ഒരിക്കൽ കൂടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവസരവാദികൾ മുഴുവൻ കയറിയിട്ട് കമ്മ്യൂണിസം ഇല്ലാതെയാകും. അതാണ് പുള്ളിയുടെ വേവലാതി. ഇപ്പോൾ ഇടതുപക്ഷ മനസ്സെങ്ങർക്കുണ്ട്. ഉടനെ അത് VD സതീശൻ ചാടിപ്പിടിച്ചു. VD സതീശൻ്റെ വിചാരം ഇത് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാനുള്ള ആഹ്വാനമാണെന്നാണ്. അങ്ങനെയൊന്നുമല്ല. അതിൻ്റെ ഉദ്ദേശം മറ്റ് പലതുമാകാം. എന്തുമായിക്കോട്ടെ, അതിൻ്റെ ഉദ്ദേശത്തിലേക്ക് നമുക്ക് കടക്കണ്ട. ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു സാധനം മനസ്സിൽ കിടക്കുന്നു ഇവരുടെ എല്ലാം. അതുകൊണ്ട് ഇപ്പോൾ VD സതീശനും പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊന്നും പറയാനില്ല. VD സതീശനോട് തന്നെ ചോദിക്കുക, എന്താ നിങ്ങൾക്ക് പിണറായിയോട് ദേഷ്യം? അല്ല, അത് പിണറായി കുടുംബാധിപത്യമാണ്, അത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ശരിയായല്ല ആയി എന്ന് പറയേണ്ടി വരും VD സതീശന്. അതാണ് കാരണം. ഐഡിയോളജിക്കലി വ്യത്യാസമില്ല, ഒരേ ഐഡിയോളജിയിൽ നിൽക്കുകയാണ്. അത് ഓർക്കാതെ VD സതീശൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു ഞാൻ ഇടതുപക്ഷമാണ്. ഈ ഏടാകൂടങ്ങളൊക്കെ കിടക്കുമ്പോൾ പോലും ഇപ്പോൾ ഒരുപക്ഷെ ഈ രമേശ് ചെന്നിത്തലയെ ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സുകുമാരൻ നായരിൽ നിന്ന് തട്ട് കിട്ടിയതിൻ്റെ ക്ഷീണം തീർക്കാനോ ഒക്കെ ആയിട്ട് മനോരമ ദയാപൂർവം കൊടുത്ത ഒരു സാധനമായിരിക്കാം ഇത്, ഈ പുരസ്കാരം.